പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 കാര്യങ്ങളിൽ നിന്ന് കാവല് തേടാൻ ആരംഭപ്പൂവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കാരുണ്യത്തിന്റെ തിരുദൂതരാണ്, സഹനത്തിന്റെ പ്രതീകമാണ്, ക്ഷമയുടെ പര്യായമാണ് മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, തഅവ്വദൂ ബില്ലാഹ്, അല്ലാഹുവിനോട് 2 കരങ്ങൾ നീട്ടിയിട്ട് നിങ്ങൾ കാവൽ തേടണേ ഉമ്മത്തെ, സമുദായമേ. മിൻ ജഹദിൽ ബലാഅ വദർകിസ് സഖാഅ വസൂഇൽ ഖലാഅ വസമാതത്തിൽ അദാ, ഈ 4 കാര്യങ്ങളിൽ നിന്ന് കാവൽ തേടണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഉമ്മത്തിനെ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, ആദ്യത്തേതും രണ്ടാമത്തേതും ഒരർത്ഥത്തിൽ ഏകദേശം ഒരുപോലെയാണെന്നുള്ളത് കൊണ്ട് തന്നെ വിശദീകരണങ്ങൾ 2 ഞാൻ ഒരുമിച്ചങ്ങ് പറയുകയാണ്. മിന ജഹദിൽ ബലാഅ, കടുത്ത പരീക്ഷണങ്ങൾ, വദർകിസ് സഖാഅ, കനത്ത ദുരിതം, ഇത് 2 ഞാൻ ഒരുമിച്ചങ്ങ് പറയുകയാണ്. ഈ 2 പരീക്ഷണങ്ങൾ അഥവാ കനത്ത ദുരിതവും കടുത്ത പരീക്ഷണവും നമ്മളെ തേടിയെത്തുന്നത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മൂന്നാമത് പറഞ്ഞ സൂഉൽ ഖലായിലൂടെയാണ്, വിനാശമായ വിധിയിലൂടെയാ. ആ വിധിയിലൂടെ പടച്ച തമ്പുരാൻ കടുത്ത പരീക്ഷണങ്ങൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ, കനത്ത ദുരിതം അല്ലാഹു നമുക്ക് തന്ന അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ശമാതത്തുൽ അദാ, ശത്രുക്കൾ നോക്കി ചിരിക്കാറുണ്ട്, ചിരിക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് റബ്ബിനോട് കാവല് തേടണം. ഇന്നത്തെ ഈ പ്രസംഗം അവസാനിച്ച് ദുആ ചെയ്ത് നമ്മൾ പിരിയുമ്പോൾ എത്രയോ ഉസ്താദുമാര്, മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. വാവാട് ഉസ്താദിനെ പോലെ, ഫൈസി ഉസ്താദിനെ പോലെ, താജുദ്ദീൻ ബാഖവി ഉസ്താദിനെ പോലെ എത്രയോ പ്രിയപ്പെട്ടവർ ഈ സദസ്സിനകത്തിരിപ്പുണ്ട്. അവരോട് നാളെയല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് ആ ദുആ എഴുതിയിട്ട് പഠിക്കണം. ഈ അനുഗ്രഹീതമായ സദസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സമ്മാനമതാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒന്നാമത്തേതും രണ്ടാമത്തെയുമായ കാര്യമേതെന്നറിയോ? അത് കടുത്ത പരീക്ഷണമാണ്, കനത്ത ദുരിതമാണ്. എന്താണ് ആ ദുരിതത്തിന്റെ പ്രത്യേകത എന്നറിയോ? എന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വിളിക്കാൻ വേണ്ടി വന്ന സഅദുദ്ദീൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ 38 വയസ്സുള്ള സീനത്ത് എന്ന് പറയുന്ന സഹോദരി, ആ സഹോദരി പെട്ടെന്ന് മരണപ്പെട്ടു പോയി. ഉസ്താദ് ദുആ ഇറക്കണമെന്ന് പറഞ്ഞു. 15 ദിവസം കഴിയുമ്പോൾ തന്റെ പ്രിയപ്പെട്ട അമ്മോവനും മരണപ്പെട്ടു പോവുകയാ. സഹോദരങ്ങളെ, പരീക്ഷണത്തിന്റെ ആ ഒരു വിഷമത്തിന്റെ ഒരു പ്രയാസത്തിന്റെ ഏതാനും ചില സന്ദർഭങ്ങളിൽ ചില ശകലങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്റെ കൂടെ വന്ന ഷമീർ എന്ന സഹോദരൻ മറ്റൊരു ദുഃഖകരമായ കാര്യമാണ് എന്നോട് പറഞ്ഞത്. അവരോട് ഞാൻ പറഞ്ഞു, പരീക്ഷണങ്ങൾ അല്ലാഹു തന്നുകൊണ്ടേയിരിക്കും. പരീക്ഷണങ്ങൾ ഒരാൾക്ക് മറ്റൊരാൾക്ക് വേറൊരു രീതിയിലുള്ള പരീക്ഷണമാണ്. ഈ പരീക്ഷണങ്ങൾ നമുക്ക് അല്ലാഹു തരുമ്പോ, സാമ്പത്തികമായി നമ്മൾ തകർന്നു പോകുമ്പോ, മാനസികമായി വ്യതകൾ നമ്മൾ അനുഭവിക്കുമ്പോ, സഹോദരങ്ങളെ, ശാരീരികമായ രോഗങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്ത് പരീക്ഷണമാണ് പടച്ച തമ്പുരാനെ, എന്തൊരു പരീക്ഷണമാ. ആ പരീക്ഷണങ്ങളൊന്നും അല്ലാഹു നമുക്ക് തന്നിട്ടില്ല, നമ്മളത് മനസ്സിലാക്കാത്തത് കൊണ്ടാ. ഒരു പരീക്ഷണം അല്ലാഹു തന്നാൽ അറിയാതെ നമ്മൾ പറഞ്ഞു പോകും, പടച്ചവനെ, ഞാനൊന്നും മരിച്ചിരുന്നെങ്കിൽ, ഞാനൊന്നും മരിച്ചുപോയെങ്കിലെന്ന് കൊതിച്ചു പോകുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നല്ലോ. സൂറത്തു മറിയം എടുത്ത് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ, സൂറത്തു മറിയമിൽ അല്ലാഹു തആല 23-ാമത്തെ ആയത്തിലൂടെ പരിചയപ്പെടുത്തുന്നത് എന്തെന്നറിയോ? ഒരു മഹിളാരത്തിനും പടച്ച തമ്പുരാന്റെ മുമ്പിൽ കരങ്ങളെ നീട്ടിയിട്ട് മരണത്തെ കൊതിക്കുന്ന കഥയാണ്. ആരാണ് ആ മഹദി എന്നറിയോ? ആ മഹദി നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിന്റെ നേതാവെന്ന് റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയ മഹദിയാ. 4 പേരാണ് സ്വർഗ സ്ത്രീകളുടെ നേതാക്കന്മാരെന്ന് റസൂലുള്ള പരിചയപ്പെടുത്തിയത്. അത് 4 പേര്. 1 ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാ, 2 ഫാത്തിമത്ത സഹറ റളിയല്ലാഹു അൻഹയാ, 3 ആസിയ റളിയല്ലാഹു തആല അൻഹയാ, 4ാമത് നമ്മുടെ ചർച്ചാ വിഷയമാകുന്ന മഹദിയാണ്. പ്രിയപ്പെട്ടവരെ, 4 സ്ത്രീകളാണ് സ്വർഗ സ്ത്രീകളുടെ നേതാക്കന്മാർ റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിച്ചത്. ആ 4ാമത്തെ വനിതയെന്നറിയോ? ആ വനിതയുടെ പേരിലാണ് വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം അല്ലാഹു തആല അവതരിപ്പിച്ചത്. സൂറത്തു ഖദീജ കാണാൻ നമുക്ക് കഴിയില്ല, സൂറത്തു ആയിഷ കാണാൻ കഴിയില്ല, സൂറത്തു ഫാത്തിമ കാണാൻ കഴിയില്ല.
അള്ളാന്റെ ഹബീബിന്റെ വിശുദ്ധമായ ജീവിതത്തിലേക്ക് കടന്നു വന്ന അവിടുത്തെ പ്രിയപ്പെട്ട രാജകുമാരിമാരായ പ്രിയപ്പെട്ട വനിതകളായ ഭാര്യമാരെ നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ നമ്മൾ പരിശോധിച്ചാൽ ഒരു അധ്യായം കാണാം. ആ അധ്യായത്തിന്റെ പേര് സൂറത്തു മറിയം എന്നാണ്. ആ മറിയം ബീവി ആരെന്നറിയോ? റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഉമ്മയാ. ബൈത്തുൽ മുഖദ്ദസിനകത്ത് ആരാധനയിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു കിഴക്ക് മാറിയിട്ടൊരു പ്രദേശത്തേക്ക് മാറിയിരുന്നവർക്ക് ഇബാദത്ത് എടുക്കണമെന്ന് തോന്നലുണ്ടായത്. അന്ന് സക്കരിയ നബി അലൈഹിസ്സലാം എന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവാണ് മസ്ജിദുൽ അഖ്സയുടെ ഖതീബായ അവിടുത്തെ പരിചാരകനായിരിക്കുന്നത്. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അനുജത്തിയുടെ മകളാണല്ലോ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ. ആ മറിയം ബീവി റളിയല്ലാഹു അൻഹ കിഴക്ക് മാറിയിരുന്ന് പടച്ചവന് വേണ്ടി സാഷ്ടാംഗം പ്രണമിക്കുമ്പോൾ അവിടെ ധ്യാന നിമഗ്നനായിരിക്കുന്ന സമയത്താണ് ഈ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്ന് റൂഹൂരി കൊടുക്കുന്നത് അറിയുമല്ലോ. അവരെ ഗർഭവതിയാവുകയാണ്. ആ ഗർഭവതിയാകുന്ന മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ കല്യാണം കഴിക്കാതെ ഒരു പുരുഷന്റെ സ്പർശനമില്ലാതെ ഗർഭവതിയായപ്പോ ആളുകൾ ആക്ഷേപിക്കാൻ തുടങ്ങി, വിമർശിക്കാൻ തുടങ്ങി. ആളുകൾ പറഞ്ഞതെന്താണ്? മറിയമേ, നിന്റെ വാപ്പ അങ്ങനത്തെ സ്വഭാവമുള്ള ആളല്ല, നിന്റെ ഉമ്മ ഇങ്ങനത്തെ സ്വഭാവമുള്ള പെണ്ണായിരുന്നില്ലല്ലോ, നിനക്ക് മാത്രം എന്തു പറ്റി മറിയമേ? ആ സമയത്ത് മറിയം ബീവി പുറത്തിറങ്ങാൻ കഴിയാതെ അവര് ആ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട്, ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്ത് പ്രാർത്ഥനയാ! നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇവിടെ അടിവരയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്, ഞാൻ പറയാമത്. സഹോദരങ്ങളെ, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ പുറത്തിറങ്ങാൻ കഴിയാതെ നാണക്കേടായി ആളുകൾ ആക്ഷേപത്തിന്റെ ശരങ്ങൾ എറിയുമ്പോ അവിടെ ഇരുന്ന് ദുആ ചെയ്യുകയാണ്. യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ദുആ ചെയ്ത ആ ദുആ വിശുദ്ധ ഖുർആൻ സൂറത്തു മറിയമിന്റെ 23-ാമത്തെ ആയത്തിലൂടെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാ. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പരീക്ഷണത്തിന്റെ പേമാരി പെയ്തിറങ്ങിയപ്പോ മറിയം ബീവി പോലും പ്രാർത്ഥിച്ചു പോയി. മറിയം എന്ന് പറഞ്ഞാൽ തന്നെ ഭജനമിരിക്കുന്നവളെന്ന, ഇഅ്തികാഫിരിക്കുന്നവളെന്ന, ഈസാ നബി എന്ന പ്രിയപ്പെട്ട പ്രവാചകന് ജന്മം കൊടുക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്ത ഗർഭാശയത്തിന്റെ ഉടമയായ മറിയം ബീവി മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടി ഒരു ആൺകുട്ടിയെ നേർച്ചയാക്കുന്ന ഹന്ന ബീവിയുടെ വയറ്റിൽ പിറന്ന പ്രിയപ്പെട്ട മറിയം ബീവി. ആ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ അവസാനം ദുആ ചെയ്തു പോയി. യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. പടച്ചവനെ, ഞാൻ ആളുകളുടെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ്, പ്രസവിക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങ് മരിച്ചിരുന്നെങ്കിൽ പടച്ച റബ്ബേ വകുന്തു നസിയം മൻസിയാ, കൃത്യം ഞാൻ വിസ്മരിക്കപ്പെട്ടവളായി മാറുമായിരുന്നല്ലോ എന്ന് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ദുആ ചെയ്തത് ഖുർആൻ പറയുന്നുണ്ട്. അതൊരു പരീക്ഷണം അല്ലാഹു കൊടുത്തപ്പോൾ, അല്ലാഹു പരീക്ഷണമൊന്ന് കൊടുത്തപ്പോൾ ആ പരീക്ഷണത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതിന്റെ പേരിലും മറിയം ബീവി റളിയല്ലാഹു അൻഹ ആഗ്രഹിച്ചു പോവുകയാ. അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു, മറിയമേ, ചാരിയിരുന്ന് ദുആ ചെയ്യുന്ന ഈന്തപ്പന മരം പിടിച്ചൊന്ന് കുലുക്കുമോ? അതിൽ നിന്ന് ഈത്തപ്പഴം നിനക്ക് കഴിക്കാൻ പറ്റൂ? അരുവിയിൽ ചെന്നിട്ട് കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് കുടിക്കാൻ പറ്റുമോ? നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നിന്റെ പൊന്നുമോനിലൂടെ ഞാൻ സൗകര്യമുണ്ടാക്കുമെന്ന് പറഞ്ഞ് അവസാന ഈസാ നബി അലൈഹിസ്സലാം പ്രസവിക്കപ്പെടുമ്പോൾ തൊട്ടിലിൽ കിടന്നിട്ട് ഉമ്മയുടെ നിരപരാധിത്വം ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ പോലും അല്ലാഹുവേ, മരിച്ചെങ്കിലെന്ന് കൊതിച്ചു പോകുന്ന പരീക്ഷണത്തിന്റെ പേമാരി പെയ്തിറങ്ങുമ്പോൾ റസൂലുള്ള പറയുന്നു, തഅവ്വദൂ ബില്ലാഹ്, നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് കാവല് തേടണം. മിൻ ദർക്കി ശഖാഇ വജഹിദിൽ ബലാഇ, കടുത്ത കനത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നിങ്ങൾ റബ്ബിനോട് കാവല് തേടണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മറിയം ബീവി റളിയല്ലാഹു അൻഹ പോലും ആഗ്രഹിച്ചു പോയി ഞാനൊന്നും മരിച്ചെങ്കിലെന്ന്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, മറിയം ബീവി അല്ലേ ആഗ്രഹിച്ചു പോയത്? അത് ഒരു മോശമായ രീതിയിൽ ദിവ്യഗർഭമുണ്ടായത് പൊതുസമൂഹം അംഗീകരിക്കാത്തതിന്റെ പേരിലായിരിക്കുമല്ലോ. അല്ലേ? അല്ല എന്നതാ തെളിയിക്കപ്പെടാൻ പോവാൻ. മറിയം ബീവി റളിയല്ലാഹു അൻഹ പരിപൂർണ്ണ നിരപരാധിയാണെന്ന് ഖുർആൻ പറഞ്ഞു.
ഇവിടുത്തെ ഫാസിസ്റ്റുകൾ ആരും മറിയം ബീവി വേശ്യയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ നിരീശ്വരവാദികൾ ആരും പറയുന്നില്ല. ഇവിടുത്തെ എക്സ് മുസ്ലിം പറയുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടുത്തെ മുസ്ലിം ആ മറിയമിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹാ പറയുന്നു. മറിയം എന്ന് കേൾക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരിമാരും കൊതിച്ചു പോകും നാളെ ആ കൈ വിരലിൽ പിടിച്ചിട്ട് സ്വർഗത്തിലൂടെ പാറിക്കളിക്കാൻ. കാരണം സ്വർഗത്തിന്റെ നേതാക്കന്മാരാണ് 4 പേര്. 4 നേതാക്കന്മാരേ ഉള്ളൂ. അതിലൊന്ന് മറിയം ബീവിയാണ്. ഈ മറിയം ബീവി റളിയല്ലാഹു അൻഹ പച്ച വ്യഭിചാരിണിയാണെന്ന് ലോകത്ത് പറയുന്ന ഒരേ ഒരു സമുദായമേ ഉള്ളൂ. അത് ബെന്യാമിൻ നെതന്യാഹു നേതൃത്വം കൊടുക്കുന്ന ജൂതപിശാചുക്കളാണ്. നിങ്ങൾ ആലോചിക്കണം, ആരാ മറിയം ബീവി? ജോ ബൈഡൻ പ്രതിനിധാനം ചെയ്യുന്ന അമേരിക്ക നേതൃത്വം നൽകുന്ന ലോകത്തെ ക്രൈസ്തവ സഭയുടെ നേതാവാണ് മറിയം ബീവിയായി അവരോധിച്ചിട്ടുള്ളത്. എങ്കിൽ ആ മറിയം ബീവി എന്ന് കേൾക്കുമ്പോൾ തൊട്ടപ്പുറത്തെ ജൂത പരിശകൾ വ്യഭിചാരിണി എന്ന് വിളിക്കുന്നു. അപ്പോഴും ഫലസ്തീനിൽ പിടഞ്ഞു വീഴുന്ന മക്കളുടെ മുമ്പിൽ മറിയം എന്ന് പറഞ്ഞാൽ ഫലസ്തീനിലെ മക്കൾ പറയും റളിയല്ലാഹു അൻഹാ. ബോംബും മിസൈലുമായിട്ട് നിൽക്കുന്ന ജൂതന്മാരുടെ മുമ്പിൽ മറിയം എന്ന് വിളിച്ചാൽ അവര് പറയും അവൾ വ്യഭിചാരിണിയാണ്. പക്ഷേ ഈ ബെന്യാമിൻ നെതന്യാഹു ഓടിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഓടി വന്നിട്ട് ബെന്യാമിൻ നെതന്യാഹുവിനോട് പറയുന്നു, ഞാനും ഒരു സയനിസ്റ്റാണ്, ഞാനും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന്. എന്തിന്? മുസ്ലിമിനെ തകർക്കാൻ. അതാ നേരത്തെ ഇവിടെ പറഞ്ഞു വെച്ചത്. എന്റെ വിഷയം അതല്ല, ഞാൻ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. മറിയം ബീവി റളിയല്ലാഹു അൻഹ ആ മഹദി പോലും ആഗ്രഹിച്ചു പോയി ഞാനൊന്നും മരിച്ചെങ്കിലെന്ന്. അപ്പൊ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലെ ഈ കത്തറമ്മൽ എന്ന് പറയുന്ന പ്രദേശത്തുള്ള നിങ്ങളുടെയും എന്റെ അവസ്ഥ എന്താണെന്നറിയോ? കേട്ടോ, ഇവിടെ ഏതാ മഹല്ല് ഉസ്താദെ? ഖബറടക്കം ചെയ്യുന്ന മഹല്ല് ഏതാ? കത്തറമ്മൽ എന്നല്ല. 1500ഓളം കുടുംബം ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വലിയൊരു മഹല്ല. ഈ കത്തറമ്മൽ മഹല്ലിലെ ഖബർസ്ഥാനിന്റെ അടുത്ത് നിങ്ങളിൽ പലരും ചെല്ലുമ്പോ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോയൊരു വാക്കുണ്ട്. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് കാരുണ്യത്തിന്റെ പ്രവാചകൻ, ആകാശത്തിന്റെ അജയ്യനായ അമരക്കാരൻ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ കാരണക്കാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസ. എന്ന് പറഞ്ഞാൽ ലോകത്തെ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും തബ്ലീഗും സുന്നിയും ഒക്കെ അംഗീകരിക്കുന്ന ഹദീസ. ഈ ഹദീസിൽ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എന്താ പറഞ്ഞെന്നറിയോ? മറിയം ബീവി പരീക്ഷണം വന്നപ്പോൾ മരിച്ചെങ്കിലെന്ന് കൊതിച്ചു പോയെങ്കിൽ എന്റെയും നിങ്ങളുടെയും അവസ്ഥ സമാനമാണ്. എന്തുകൊണ്ട്? അള്ളാന്റെ റസൂല് പറയുകയാണ്, ലാ തദ്ഹബുദ് ദുനിയാ, ദുനിയാവ് വിട പറയുകയില്ല, ദുനിയാവ് അവസാനിക്കുകയില്ല, ലോകം അവസാനിക്കുകയില്ല, പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുകയില്ല, യജൂജ് മജൂജ് പുറപ്പെടുകയില്ല, ദാബത്തുൽ അർള് വരികയില്ല, ദജ്ജാൽ വരികയില്ല, ഈസാ നബി വരികയില്ല, മഹദി ഇമാം വരികയില്ല, തൗബയുടെ വാതിൽ അടയ്ക്കപ്പെടുകയില്ല, ആകാശം പൊട്ടിപ്പിളരുകയില്ല, നക്ഷത്രങ്ങൾ ഇളകി വീഴുകയില്ല, കടൽ മുഴുവൻ കത്തിക്കപ്പെടുകയില്ല, ഭൂമി പിളരുകയില്ല. ഏതുവരെ എന്നറിയോ? ഹത്താ യമുർറജുലു അലൽ ഖബരി, ഈ കത്തറമ്മലിലുള്ള ഒരാൾ തന്റെ ഖബർസ്ഥാനിലൂടെ നടന്നു പോകുന്നത് വരെ. എന്നിട്ട് ഫയഖൂൽ, അവന് ഖബർസ്ഥാനിൽ ചെന്ന് നിന്നുകൊണ്ട് പറയുമത്രേ, യാ ലൈതനി മകാന സാഹിബി ഹാദൽ ഖബരി, പടച്ചവനെ ഞാനും ഈ കിടക്കുന്നയാളിനെ പോലെ ഖബറിൽ പോയിരുന്നെങ്കിൽ കൊള്ളാമല്ല, ഞാനും ഈ മരിച്ച ആളിനെ പോലെ ആയിരുന്നെങ്കിൽ തമ്പുരാനെ, ഞാനും എന്നേ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ തമ്പുരാനെ, ഞാൻ മരിച്ച് മണ്ണോട് ചേർന്നിരുന്നെങ്കിൽ തമ്പുരാനെ. ഇതൊരു മനുഷ്യൻ ആഗ്രഹിക്കാതെ ഈ ലോകം അവസാനിക്കുകയില്ലെന്ന് ലോക സൃഷ്ടിക്കപ്പെടാ കാരണഭൂതരായ നബി മുഹമ്മദ് മുസ്തഫ ഇത് പറയുമ്പോ നിങ്ങൾ കരുതുന്നത് എന്താ? ഉറൂസുകളുടെ പേരിൽ പോലും പേക്കോട്ടുകൾ നടക്കുന്ന ദീനിന്റെ വിഷയങ്ങൾ കാണുമ്പോഴാണെന്നാണോ? അതല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തലപ്പാവ് ധരിച്ചുകൊണ്ടും തൊപ്പി വെച്ചുകൊണ്ടും മോശമായ ഇടങ്ങളിൽ പലരെയും കണ്ടുമുട്ടുന്നതിന്റെ ഏതെങ്കിലും മോശമായ വശങ്ങൾ കാണുമ്പോ അതിന്റെ പേരിൽ, ദീനിന്റെ പേരിലാണ് ഒരു മനുഷ്യൻ മരിക്കണമെന്ന് കൊതിക്കുന്നതാണോ? അല്ല. ഈ കാലഘട്ടത്തിൽ ഇസ്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ
ദീനിന്റെ ചൈതന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, വേലി തന്നെ വിളവ് തിന്നുന്ന കാലമെടുത്തുകൊണ്ടിരിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, കള്ളുകുടിയന്മാരും മദ്യപാനികളും പലിശക്കാര് കമ്മിറ്റിയിൽ പോലെ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോ, സഹോദരങ്ങളെ, ദീനിന്റെ പേരിലാണ് ഒരു മനുഷ്യൻ എങ്ങനെ മരണം കൊതിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു പോയെങ്കിൽ തെറ്റി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലൈസ ബിഹിദ്ദീ, ദീന് ശോചനീയമായതിന്റെ പേരിലോ ദീന് നഷ്ടമാകുന്നതിന്റെ പേരിലോ അല്ല. ഈ കത്തറമ്മലിലുള്ള ഒരാൾ മരിക്കണമെന്ന് കൊതിക്കുന്നത്, ഖബർസ്ഥാനിൽ കിടക്കുന്ന മയ്യത്ത് പോലെ ഞാനുമായെങ്കിലെന്ന് കൊതിക്കുന്നത് ദീനിന്റെ ഏതെങ്കിലും നഷ്ടങ്ങളുടെ പേരിലല്ല, ദീൻ ചോർന്നു പോയതിന്റെ പേരിലല്ല, സാമ്പത്തിക രംഗത്ത് ദീൻ തകർന്നു പോയതിന്റെ പേരിലല്ല, സാമൂഹിക ജീവിതത്തിൽ ദീൻ തകർന്നു പോയതിന്റെ പേരിലല്ല, ഒരു കുടുംബത്തിൽ ദീൻ തകർന്നു പോയതിന്റെ പേരിലല്ല. മറിച്ച് റസൂലുള്ളാഹി പറയുകയാണ്, ഇല്ലൽ ബലാ, അവൻ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളുടെ പേരിലാ, അവൻ നേരിടുന്ന പ്രതിസന്ധികളുടെ പേരിലാ, കടുത്ത പരീക്ഷണങ്ങളിലും കനത്ത നാശനഷ്ടങ്ങളുടെയും പേരിലാണ് അവൻ ആഗ്രഹിച്ചു പോകുന്നു, പടച്ചവനെ ഞാനും മരിച്ചെങ്കിലെന്ന്. ഒരു പക്ഷേ കപ്പറമ്മല്ല ഖബർസ്ഥാനിൽ പോകണമെന്നില്ല. എത്രയോ ദിവസം വീടിന്റെ ഉള്ളിൽ വെച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും മുസ്ലിമേ, എത്രയോ സന്ദർഭങ്ങളിൽ നിങ്ങൾ കച്ചവട സ്ഥാപനങ്ങളിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടാകും, കടം വന്നു മുടിയുമ്പോൾ, മാനസികമായ വ്യഥകൾ അനുഭവിക്കുമ്പോൾ, ശാരീരികമായ രോഗം വേട്ടയാടുമ്പോൾ, കഠിനമായ രോഗം പിടികൂടുമ്പോൾ, ദിവസവും ദിക്ർ ചൊല്ലുന്ന, 5 നേരം നമസ്കരിക്കുന്ന, സുന്നത്ത് നോമ്പ് മുടിയാതെ പിടിക്കുന്ന, ജീവിതത്തിൽ സ്വലാത്തുകൾ ധാരാളം ചൊല്ലുന്ന ഒരു മനുഷ്യൻ ഈ അടുത്ത സമയത്ത് എന്നോട് പറഞ്ഞു, ഞാൻ 5 നേരം നിസ്കരിക്കുന്നവനാണ്, ദിക്ർ ചൊല്ലുന്നവനാണ്, സ്വലാത്ത് ചൊല്ലുന്നവനാണ്, അള്ളാഹുവിന് വേണ്ടി എന്റെ സമയം മുഴുവനും മാറ്റിവെക്കുന്നവനാ. എന്റെ ശരീരത്തെ കാറ് നിന്നുന്ന കഠിനമായ രോഗം വേട്ടയാടിയപ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോയി, കഴിക്കുന്ന ഗുളികയുടെ എണ്ണം കൂട്ടിയിട്ട് ഞാൻ അങ്ങ് മരിച്ചു പോയെങ്കിലും. അവസാനം പ്രിയപ്പെട്ടവരെ, ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തിപ്പോകുന്ന എത്രയോ സാത്വികരായ മനുഷ്യർ പോലും നമ്മുടെ ഇടയിലുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? അവരാഗ്രഹിക്കുന്നത് മരണമാണ്. അത്രയും വലിയ പരീക്ഷണങ്ങൾ നിങ്ങളെ തേടിയെത്താറ് ഈ ലോകം അവസാനിക്കുകയില്ലെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സാമ്പത്തികമായ കടം 10ഉം 20ഉം ലക്ഷം കടം വന്നവരെ, ശാരീരികമായ തളർച്ചയും അതുപോലെ തന്നെ തളർവാദവും ക്യാൻസറും ട്യൂമറും പിടിച്ചവരെ, അല്ലെങ്കിൽ മാനസികമായി ഒറ്റപ്പെട്ടതിന്റെ പേരിൽ മാനസികമായ തളർന്നുപോയ എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നുമല്ല പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞ പരീക്ഷണങ്ങൾ. എന്തോ കഠിനമായ പരീക്ഷണം അല്ലാഹു നമുക്ക് തരാനിരിക്കുകയാ. അത് കോവിഡ് പോലെ ആകണമെന്നില്ല, അതേതെങ്കിലും വൈറസുകളോ ഫംഗസുകളോ ആകണമെന്നില്ല. പരീക്ഷണങ്ങളുടെ വലിയ വലിയ പേമാരികൾ പെയ്തിറങ്ങുമ്പോൾ അറിയാതെ ഞാനും നിങ്ങൾ പറഞ്ഞു പോകും, പടച്ചവനെ ഒന്നും മരിച്ചെങ്കിലെന്ന്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പല മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ഇവരെല്ലാം രക്ഷപ്പെട്ടു പോയല്ലോ, അവരുള്ള അമലുകളുമായി അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോയല്ലോ, ഇനി ഞങ്ങളുടെ കാര്യമാണ് കഷ്ടമെന്ന് എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പരീക്ഷണങ്ങൾ വരുവാന്ന് പറഞ്ഞാൽ മരണം പോലും കൊതിച്ചു പോകുന്ന പരീക്ഷണങ്ങൾ വരുമെന്നാണ്. ഏറ്റവും പ്രധാനമായി നമ്മൾ ദിവസവും മുടങ്ങാതെ ഓതുന്ന ഒരു സൂറയുണ്ടല്ലോ, സൂറത്തു ബഖറയുടെ ഏറ്റവും ഒടുവിലത്തെ ആയത്ത് ആമന റസൂലും. അതൊക്കെ മക്കളെ പഠിപ്പിക്കണം. ആമന റസൂലും മക്കളെ പഠിപ്പിക്കണം, ആയത്തുൽ കുർസി പഠിപ്പിക്കണം, നാരിയത്ത് സ്വലാത്ത് പഠിപ്പിക്കണം, ഇബ്രാഹിമിയ സ്വലാത്ത് പഠിപ്പിക്കണം, മക്കൾക്ക് ദുആഉൽ ഇഫ്തിതാഹ് പഠിപ്പിക്കണം, ഖുനൂത്ത് പഠിപ്പിക്കണം. ഖുനൂത്തൊക്കെ ആരംഭിക്കേണ്ട സമയം എന്നേ കഴിഞ്ഞുപോയി. 5 നേരം സുബഹിക്കല്ല, 5 വഖത്ത് നിസ്കാരത്തിനും ഖുനൂത്തോടേണ്ട സമയം അതിക്രമിച്ചു പോയി. പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഖുദ്സ് പള്ളിയുടെ മോചനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ട 6000-ലധികം വരുന്ന പാവപ്പെട്ട കുഞ്ഞുമക്കളാണ് സയനിസ്റ്റ് ഭീകരന്മാരാൽ കൊല്ലപ്പെട്ടത്. അത് കാണുമ്പോ നമുക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ നമസ്കാരങ്ങളിൽ ഖുനൂത്ത് ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ പറയുന്നത് ഇതൊക്കെ മക്കളെ പഠിപ്പിക്കണം. ആമന റസൂലുവിൽ ഇടയ്ക്കൊരു ആയത്തുണ്ട്. എന്റെ അഭിവന്യനായ ഒരു ഗുരുനാഥനുണ്ട്, ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ ഔലിയാക്കളിൽ വളരെ പ്രമുഖനാണെന്ന് പറയാൻ കഴിയുന്ന അതിരാമ്പട്ടണം KT മമ്മിക്കുട്ടി ഹസരത്ത്, അല്ലാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ, ആഷിഖുർ റസൂലാണ്. ജാമിഅ മന്നാനിയ സർവകലാശാലയിലെ അതിപ്രഗത്ഭനായ മുദരിസാണ്. അതിരാമ്പട്ടണം തമിഴ്നാട്ടിലെ റഹ്മാനിയ അറബി കോളേജിന്റെ പ്രിൻസിപ്പളാണ്. പാലക്കാട് ജില്ലയിൽ ഒരു വലിയ കോളേജ് നടത്തിക്കൊണ്ടിരിക്കുന്നു. തെന്നിന്ത്യയിലെ വലിയ
വലിയ ഒരു ആഷിഖായ അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽ ഒരു വലിയ പ്രമുഖനായ ഉസ്താദ്. ആ പ്രിയപ്പെട്ട ഉസ്താദ് എനിക്ക് കുറച്ച് പരീക്ഷണങ്ങളും വിഷമങ്ങളും വന്നപ്പോൾ എന്നോട് പറഞ്ഞു, രാത്രി കിടക്കുമ്പോൾ 7 പ്രാവശ്യം ആമന റസൂല് ഓതിയിട്ടേ കിടക്കാവൂ. വർഷങ്ങൾ കഴിഞ്ഞു ഈ ഒരു വസിയത്ത് അല്ലെങ്കിൽ ഈ ഒരു പിന്നെ ഉപദേശം എനിക്ക് തന്നിട്ട്. ആ ഒരു ഇജാസത്ത് കിട്ടിയ അന്നത്തെ രാത്രി മുതൽ അൽഹംദുലില്ലാ ഇന്നതാ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ഈ പ്രസംഗം കഴിഞ്ഞ് ചൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നലത്തെ രാത്രി വരെയും ഒരു ദിവസം പോലും ഞാൻ മുടക്കിയിട്ടില്ല. അതിനകത്ത് ആമന റസൂല് വെറുതെ നമ്മളങ്ങ് കാണാതെ പഠിച്ച പോരാ. ശരിയാണ്, ബഹുമാനപ്പെട്ട ഉസ്താദ് പോയല്ലേ ഉദ്ഘാടകൻ, ശരിയാണ്, യൂട്യൂബ് കാലമാണ് ഇപ്പോൾ ഉള്ള. ഞാൻ അതിനെ പറ്റിയിട്ടൊരു സ്ഥലത്ത് പ്രസംഗിച്ചു. സകല പെണ്ണുങ്ങളും എനിക്ക് അള്ളാഹുവെ, സ്ത്രീകള് ഒരു വലിയ സമൂഹം, സ്ത്രീ സമൂഹം തന്നെ എന്നെ വേട്ടയാടി സോഷ്യൽ മീഡിയയിൽ. സ്ത്രീകളാണ്. ഞാൻ ഉള്ള ഒരു കാര്യം പറഞ്ഞു. അങ്ങനെ വേട്ടയാടി എന്ന് പറയുന്നതിന്റെ പേരിൽ എനിക്കതിൽ പ്രശ്നമല്ല. ആ വേട്ടയാടൽ എനിക്ക് നൽകിയ ആദരവായി ഞാൻ 2 കരങ്ങൾ നീട്ടി സ്വീകരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല തൽക്കാലം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, യൂട്യൂബിലേക്ക് എല്ലാവരും മാറിയിരിക്കുക. ഓൺലൈൻ ഇബാദത്തിലേക്ക് സർവർ മാറിയിരിക്കുകയാണ്. ഓൺലൈൻ ഇബാദത്തിലേക്ക് സർവർ മാറിയിരിക്കുകയാണ്. ആ ഓൺലൈനിൽ പഠിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കിൽ വായിക്കുന്നതോ ആയി നമ്മൾ കാണാപ്പാടം പഠിച്ച് ചൊല്ലുന്നതായിട്ട് ആമന റസൂല് മാറരുത്. ആമന റസൂലുവിന്റെ അകത്ത് ഒരു വാക്കുണ്ട്, എന്താണെന്നറിയോ? അത് നമ്മൾ ചെല്ലുമ്പോ നമ്മുടെ മനസ്സിൽ സർവ്വ ചിന്തകളും കടന്നു വരണം. അള്ളാഹുവിനോട് ചോദിക്കുന്നത് റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി. എന്തൊരർത്ഥമാണ് സഹോദരങ്ങളെ. ഉള്ളു പെടയണം ആ സമയത്ത്. റബ്ബന, ഞങ്ങളുടെ സർവരക്ഷിതാവായ അല്ലാഹ്, പടച്ചത് നീയാണ്, പരിപാലിക്കുന്നത് നീയാണ്, സൃഷ്ടിച്ചത് നീയാണ്, സംരക്ഷിക്കുന്നത് നീയാണ്, അവസാനം സംഹരിക്കുന്നതും നീയാണ്. റബ്ബന വലാ തുഹമ്മിൽനാ, നീ ഞങ്ങളെ തലയിൽ വെച്ച് തരല്ലേ തമ്പുരാനെ, നീ ഞങ്ങളെ മണ്ടയ്ക്ക് വെക്കല്ലേ റബ്ബേ, മാ ലാ ത്വാഖത ലനാ ബിഹി, ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒന്നും, ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത കടങ്ങൾ, ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത മാനസിക വ്യഥകൾ, ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ശാരീരികമായ രോഗങ്ങൾ, അതൊന്നും ഞങ്ങളുടെ തലയിലേക്ക് നീ വെച്ച് തരല്ലേ തമ്പുരാനെ എന്നാണ് ആമന റസൂലുവിനകത്തുള്ളത്. എത്ര പേര് ചൊല്ലുന്നുണ്ട്? അതിലേക്ക് വരണ സഹോദരങ്ങളെ, അതിലേക്ക് വരിൻ. അള്ളാഹുവിന്റെ ഖുർആനില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? അള്ളാഹുവിന്റെ ഖുർആനിൽ ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? സകല കാര്യങ്ങളും ഖുർആനകത്തുണ്ട്. അതുകൊണ്ട് ആമന റസൂലിലുള്ളതും അങ്ങനെ തന്നെയാണ്. ലാ തുഹമ്മിൽനാ ബി, അല്ലാഹുവേ റബ്ബനാ ലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി, കഴിയാത്തതൊന്നും ഞങ്ങളെ മണ്ടയിൽ വെക്കല്ലേ തമ്പുരാനെ. അപ്പൊ പലരും ചിന്തിക്കും, ഉസ്താദേ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പരീക്ഷണം വരുമ്പോ, നേരത്തെ ഞാൻ പറഞ്ഞൊരു സഹോദരൻ, അദ്ദേഹം നല്ല ഇബാദത്തുള്ള മനുഷ്യനാണ്, നല്ല ആരാധനയുള്ള മനുഷ്യനാണ്. അദ്ദേഹം പറയാണ്, എനിക്ക് രോഗങ്ങൾ വന്നിട്ട്, അസുഖങ്ങൾ വരും. എന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ തലയോട്ടി ഇളക്കിയിട്ട് തലച്ചോറ് പുറത്തെടുത്ത് വെച്ചിട്ട് സർജറി നടത്തി. അത് ഏകദേശം ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും കാലിനൊരു സർജറി വേണമെന്ന് പറഞ്ഞു. കാല് സർജറി ചെയ്തു. 54 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ആ കാലിന്റെ സർജറി ഒന്ന് മുറിവ് ഉണങ്ങി വരുമ്പോഴേക്ക് പറഞ്ഞു, എന്റെ വലത്തെ ബ്രസ്റ്റിന് എന്തൊരു വേദനയുണ്ട്. നോക്കുമ്പോ 14 മുഴകളിൽ 14 മുഴകളിൽ 8 മുഴകളും ക്യാൻസർ ആയിരിക്കുകയാണ്. അത് ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. 3ാമത്തെ സർജറി. ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ട് അതിന്റെ റേഡിയേഷൻ, അതിന്റെ കീമോ, അതിന്റെ ഇഞ്ചക്ഷൻ, അങ്ങനെയൊക്കെ ആ ചികിത്സയുമായിട്ട് RCCയിൽ പിന്നെ തുടർന്ന് ചികിത്സിച്ചു. ഇനി വലത്തേക്കാൽ ഓപ്പറേഷൻ ചെയ്യണം. പക്ഷെ ഡോക്ടർമാർ പറയുന്നത് ഇനി ഒരു അനസ്തേഷ്യ പറ്റില്ല. ആ ഒരു നിലയിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മളെന്താ ചിന്തിക്കേണ്ടത്? അല്ല എനിക്ക് മാത്രം എന്ത് പരീക്ഷണം തരുന്നു? അല്ല തരുന്ന പരീക്ഷണങ്ങളൊന്നും ഒരു വിഷമമുള്ളതും അല്ല സഹോദരങ്ങളെ. ഈ 3 ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നില്ലേ, ഞാൻ ജീവിച്ചിരിക്കുന്നില്ലേ? പക്ഷേ പരീക്ഷണങ്ങളുടെ തീഷ്ണത എന്ന് പറയുന്നത്, പരീക്ഷണങ്ങൾ നൂലുപോലെ കെട്ടിയിറക്കപ്പെടുമ്പോൾ മരിച്ചിരുന്നെങ്കിലെന്ന് കൊതിച്ചു പോകത്തക്കവണ്ണം പരീക്ഷണങ്ങൾ നമ്മെ തേടിയെത്തുമെന്ന് ആദരവായ പ്രവാചകൻ പഠിപ്പിച്ചിട്ട് പറയുന്നു. കാവൽ തേടിക്കൂ അള്ളാഹുവിനോട്. താങ്ങാൻ പറ്റൂല. അല്ലാഹുമ്മ ലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി, താങ്ങാൻ പറ്റാത്തതൊന്നും ഞങ്ങളെ തലയിൽ വെക്കല്ലേ തമ്പുരാനെ. താങ്ങാൻ പറ്റൂല സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹുവിനോട് കാവൽ തേടിക്കോ. എന്താ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ? കഠിനമായ രോഗം വന്നു, സഹിക്കാൻ പറ്റാത്ത രോഗം, വല്ലാത്ത വേദന,
അല്ലെങ്കിൽ മാനസികമായ സങ്കടം സഹിക്കാൻ പറ്റാതെ പലരും സിഗരറ്റ് വലി തുടങ്ങും, പലരും കള്ളുകുടി തുടങ്ങും, പലരും നരച്ചു പോകും, പലരും ഒറ്റപ്പെട്ട് ഭ്രാന്തന്മാരായി പോകും. അങ്ങനെ ഒരു സഹോദരിയുടെ കഥയാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടിയിൽ വെച്ച് കേട്ടത്. ഒരു ചെറിയ മാനസികമായ ഒരു സങ്കടത്തിൽ നിന്ന് മനസ്സ് പതറിയിട്ട് പല രീതിയിലും ആ സഹോദരിയുടെ മനസ്സിങ്ങനെ പറന്നു നടക്കുകയാണ്. അള്ളാഹു ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകട്ടെ. അങ്ങനെയൊക്കെ വന്നാ എന്താ ചെയ്യാ? കടം, കോടിക്കണക്കിന് രൂപ കടബാധിതനായി മാറിയാൽ എന്താ ചെയ്യാ? നമ്മൾ മരണത്തെ ആഗ്രഹിച്ചു പോകൂലേ? പലരും ചോദിക്കുന്നത് അതിനെന്താ, അതിന് പരിഹാരം എന്താ? വിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പരിഹാരം ഉള്ളതാണല്ലോ. എല്ലാത്തിനും ഇസ്ലാമിൽ പരിഹാരം ഉണ്ടല്ലോ. ഉണ്ട്. കാരുണ്യത്തിന്റെ പ്രവാചകം പറയുകയാണ്, അതേ ബുഖാരിയും മുസ്ലിം റഹിമഹുമുള്ള റിപ്പോർട്ട് ചെയ്യുകയാണ് അനസ് തങ്ങളെ തൊട്ട്, ലാ യതമന്നയന്ന അഹദുക്കും ലിദുർരിൻ ലാ യതമന്നയന്ന അഹദുക്കുമുൽ മൗത ലിദുർരിൻ അസാബഹു. ഒരു വിപത്ത് വരുമ്പോൾ മരണത്തെ കൊതിക്കല്ലേ, മരണത്തെ നീ കൊതിക്കല്ലേ, മരിച്ചെങ്കിലും ആഗ്രഹിക്കല്ലേ. പക്ഷേ നിനക്ക് വന്ന പരീക്ഷണങ്ങൾ നിന്നെ അങ്ങനെ പറയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ, നിനക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വന്നാൽ, നിനക്ക് താങ്ങാൻ പറ്റാത്ത വേദനകൾ വന്നാൽ, കടം നിന്നെ ഇട്ടുമൂടുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞാ നീ ദുആ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലീ വതവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലീ. പടച്ചവനെ, ജീവിതമാണ് ഖൈറെങ്കിൽ എനിക്ക് നല്ലപോലെ ജീവിക്കാനുള്ള തൗഫീഖ് താ അല്ലാഹ്. അതല്ല മരണമാണ് ഖൈറെങ്കിൽ ഈമാനോടെ എന്നെ മരിപ്പിക്കണേ തമ്പുരാനെ. ഇതാണൊരു സത്യവിശ്വാസി ചെയ്യേണ്ടതെന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു തരുന്ന മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാ. ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടെന്ന് റസൂലുള്ള പഠിപ്പിക്കുമ്പോ ഇതിനും പരിഹാരമുണ്ട്. വിഷമങ്ങളും പ്രയാസങ്ങളും കടങ്ങളും ദാരിദ്ര്യവും അതുപോലെ വിഷമങ്ങളും കടന്നു വരുമ്പോ എന്താ ചെയ്യേണ്ടത്? അല്ലാഹുവേ, എനിക്ക് ജീവിതമാണ് ഖൈറെങ്കിൽ എന്നെ നീ നല്ലതുപോലെ ജീവിപ്പിക്കണേ റബ്ബേ. മരണമാണ് ഖൈറെങ്കിൽ എന്നെ ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ. എത്രയോ വേദികളാണ്, ഓരോ പ്രസംഗ വേദികളിൽ ചെല്ലുമ്പോൾ വ്യത്യസ്തമായ സങ്കടങ്ങളാണ് കേൾക്കാറുള്ളത്. അത് ഞങ്ങൾ വലിയ ആളുകളായതുകൊണ്ട് ഞങ്ങളോട് പറയുന്നതല്ല. നിങ്ങളെ പോലത്തെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ ദുആ ഉണ്ടല്ലോ. സാലിഹീങ്ങളായ സാത്വികരായ വിശുദ്ധരായ നിങ്ങളെ പോലുള്ളവരുടെ ആമീൻ ഉണ്ടല്ലോ. ആമീനിൽ വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള ആളുകൾ സങ്കടം പറയുമ്പോൾ പലരും വന്ന് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ എന്റെ വാപ്പ ഒന്ന് മരിക്കാൻ വേണ്ടി ദുആരക്കണേ, എന്റെ ഉമ്മ ഒന്ന് മരിക്കാൻ വേണ്ടി ദുആരക്കണേ. ഉമ്മയോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല, വാപ്പയോട് വൈരാഗ്യമുള്ളത് കൊണ്ടല്ല, അവരോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, പിന്നെയോ കിടക്കുന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം ചെയ്തിട്ട് അതെല്ലാം വാരിയിട്ട് കുഞ്ഞുങ്ങളെ പോലെ കളിക്കുന്നത് കാണുമ്പോ, ഓടിച്ചെന്ന് കിണറിലേക്ക് ചാടി മരിക്കാൻ നോക്കുന്നത് കാണുമ്പോ, ഗുളികയും മെഡിസിനും ഒക്കെ എടുത്തിട്ട് വാരി ഭക്ഷണം പോലെ കഴിക്കുന്നത് കാണുമ്പോ, പൊന്നുമക്കളുടെ മുമ്പിൽ വെച്ച് ഉടുതുണി വലിച്ചെറിഞ്ഞിട്ട് നഗ്നയായി നടക്കുന്നത് കാണുമ്പോ, മാനസികമായ നില തെറ്റിയിട്ടോ അറുതലിൽ ഉംറന്ന് ഖുർആൻ പരിചയപ്പെടുത്തി റസൂലുള്ളാഹി കാവല തേടിയ ആ ഒരു പ്രായത്തിലേക്ക് എത്തിയതിന്റെ പേരിലോ ഉമ്മയുടെ മരണം കൊതിക്കുന്ന മക്കൾ സങ്കടത്തോടെ പറയാറുണ്ട്. അങ്ങനെ നമുക്ക് ദുആ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ആ ഘട്ടങ്ങളിൽ റസൂലുള്ള പറഞ്ഞു, പറയേണ്ടത് എന്താണ്? ജീവിതമാണ് ഖൈറെങ്കിൽ അല്ലാഹുവേ ജീവിതം കൊടുക്കണേ തമ്പുരാനെ. മരണമാണ് ഖൈറെങ്കിൽ പെട്ടെന്ന് നീ ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ. ഇതല്ലാതെ മരണത്തെ കൊതിക്കല്ലേ സഹോദരങ്ങള്. പിന്നെ ചെയ്യേണ്ടത് എന്താണ്? ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വരാതെ പടച്ചവനോട് കാവല തേടണമെന്ന്. തഅവ്വദൂ ബില്ലാഹി മിൻ ജഹിദിൽ ബലാഇ വദർകി ശഖാഇ. കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, കനത്ത ദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾ റബ്ബിനോട് കാവല തേടണമെന്ന് മുത്തളി മുഹമ്മദ് മുസ്തഫ. പിന്നെ ഒരു കാര്യം പറയാം. നേരത്തെ പറഞ്ഞത് ഖബറിന്റെ അടുത്ത് ചെല്ലുമ്പോ ഒരു നമാസ് ദാരിമിയല്ലേ, ഇവിടെ വരാൻ ഞാൻ കണ്ടില്ല, ഇവിടെ വന്നോ നമാസ് ദാരിമി, ഇവിടെ ഇരിക്കാം. സമസ്തയുടെ വലിയ ഒരു പ്രവർത്തകനാണ്, അൽഹംദുലില്ലാ വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ്. ഓമശ്ശേരി നവാസ് ദാരിമി മുക്കം വലിയൊരു കോളേജ് നടത്തുന്നുണ്ട്. ഇവിടെ ഇരിക്കും ഉസ്താദ്, എല്ലാവരും സന്തോഷം. അതാ
വറഫഅനാഹു മകാനൻ അലിയ. വലിയ ഒരു കോർഡിനേഷൻ ഉണ്ട് സമസ്തയുടെ ഹിഫ്ളിന്റെ കോർഡിനേഷൻ. വലിയ ബൃഹത്തായ ഒരു സംഭവമാണ്. അതിന് നേതൃത്വം നൽകുന്നത് ബഹുമാനനായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ്. അതുപോലെ അതിന്റെ ചെയർമാൻ, അതിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഏലംകുളം ബാപ്പു ഉസ്താദാണ്. അതിന്റെ സീനിയർ വൈസ് വർക്കിംഗ് പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട നവാസ് ദാരിമി ഓമശ്ശേരി. വലിയൊരു പ്രസ്ഥാനമാണ് ഹിഫ്ളിന്റെ. ആയിരക്കണക്കിന് ഹിഫ്ള് കോളേജുകളുടെ ഒരു കോർഡിനേഷനാണ് സമസ്തയുടെ വലിയൊരു കോർഡിനേഷൻ. ഈ വരുന്ന ഡിസംബറിൽ കാസർഗോഡ് ബേക്കൽ വെച്ചിട്ട് അതിന്റെ വലിയ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്ന അനുസരിച്ച് അതിലൊക്കെ ഹാഫിളീങ്ങളായ മക്കളെ വാർത്തെടുക്കണം. ഖുർആൻ ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. എല്ലാ ഇന്റർനെറ്റും വൈറസ് കയറി നശിച്ചു പോകാം, തിരൂരങ്ങാടി പ്രസ് നശിപ്പിക്കാം, മൊത്തം മുസ്ഹഫും ഖുർആനും കണ്ടുകെട്ടിയിട്ട് അതെല്ലാം കരിച്ചു കളയാം. അപ്പോഴും ഖുർആനെ അള്ള പറഞ്ഞ എന്താ? ഞാൻ സൂക്ഷിക്കും ഖിയാമത്ത് നാൾ വരെ. അതെങ്ങനെയാ? ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഹാഫിളീങ്ങൾ ഉണ്ടാക്കുമെന്ന് അതിന്റെ അർത്ഥം. ഞാൻ ഖുർആനെ സൂക്ഷിക്കാന്ന് പറഞ്ഞ അള്ളാഹു പറഞ്ഞ വാക്കേതാ? ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഞാൻ അതിനെ ഹിഫ്ള് ചെയ്തോളാന്ന് പറഞ്ഞാൽ അവന്റെ അടിമകളായ കുഞ്ഞു മക്കളുടെ ഹൃദയത്തിൽ ഖുർആൻ കൊത്തിവെക്കും. അവര് ഹാഫിളീങ്ങളാകുമ്പോൾ സകല നെറ്റിൽ നിന്ന് എടുത്ത് കളഞ്ഞാലും എവിടെ കരിച്ചു കളഞ്ഞാലും മക്കളുടെ ഹൃദയത്തിൽ ഖുർആൻ ഉണ്ട്. അതുകൊണ്ട് ഹാഫിളീങ്ങൾ ഉണ്ടാവണം. അങ്ങനെ ഹാഫിളീങ്ങളുടെ ഒരു വലിയ കോർഡിനേഷന്റെ ഒരു അമരക്കാരനാണ് അബ്ബാസ് അലി തങ്ങളാണ് അതിന്റെ അജയ്യനായ നേതൃത്വം. ഏലംകുളം ബാപ്പു ഉസ്താദുണ്ട്, അഹമ്മദ് കബീർ ബാക്കവിയുണ്ട്, അതുപോലെ നിരവധി ഉസ്താദുമാരുണ്ട്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, നല്ല പ്രവർത്തനങ്ങൾ അള്ളാഹു ചെയ്യാനുള്ള തൗഫീക്ക് തരട്ടെ ഇൻഷാ അല്ലാഹ്. വേണ്ടി ഒന്ന് അവസാനം ഒന്ന് പറഞ്ഞേക്കണേ, ആ ബേക്കലിന്റെ കാര്യം സംഘാടകർക്ക് പറഞ്ഞവരുന്ന് പറയും ഇൻഷാ അല്ലാഹ്. ആ ഡേറ്റ് ഒക്കെ ഒന്ന് പോട്ടെ, നമ്മുടെ വിഷയമല്ല. കനത്ത പരീക്ഷണങ്ങളും കടുത്ത പ്രതിസന്ധികളും വരാതിരിക്കാൻ അള്ളാഹിനോട് ചോദിക്കണം. വന്നാലോ മരണത്തെ കൊതിച്ചു പോകും. അത് ഖുർആനും ഹദീസും കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അത് പാടില്ല എന്നും അള്ളാന്റെ റസൂല് പറഞ്ഞു. എന്നാൽ റസൂലുള്ളാന്റെ ഒരു ദുആ നിങ്ങൾക്ക് കേൾക്കണോ? എന്താണെന്നറിയോ? അതാണ് ഇസ്ലാമിന്റെ പ്രസക്തി എവിടെയാണ്? ഖുർആന്റെ പ്രസക്തി എവിടെയാണ്? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്താണ്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്താണ്? വഇദാ അറദ്ത ബിഇബാദിക ഫിത്നതൻ ഫഖബലിനാ ഇലൈക ഗൈറ മഫ്തൂൻ. ഒരു ഹദീസ് ഉണ്ട്. നാളെ നിങ്ങൾ ഈ വാള് കേട്ടിട്ട് പോയിട്ട് ഈ ഹദീസ് എങ്ങാനും കണ്ടാൽ ഇയാൾ എന്താ പറഞ്ഞിട്ട് പോയത്? അതേ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വഇദാ അറദ്ത ബിഇബാദിക ഫിത്നതൻ ഫഖബലിനാ ഇലൈക ഗൈറ മഫ്തൂൻ. പടച്ചവനെ, നീ എന്തെങ്കിലും ഒരു ഫിത്ന ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ ഫിത്നയിൽ എന്നെ അകപ്പെടുത്താതെ നീ പെട്ടെന്ന് എന്നെ തിരിച്ചു വിളിക്കണേ അല്ലാ. ഇത് ഹദീസാണ്. ഇമാം നവവി തങ്ങൾ തന്റെ ശറഹ് മുസ്ലിമിൽ പറഞ്ഞ എന്താണെന്നറിയോ? പഠിച്ചു വെച്ചോ. ഇദാ ഖാഫ ലറൻ ഫി ദീനിഹി ഫലാ കറാഹത ലഹ്. മരണത്തെ കൊതിക്കാൻ പാടില്ല, അത് കറാഹത്താണ്. പക്ഷെ താൻ കാരണം ദീനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് കണ്ടാൽ, താൻ കാരണം ദീനിന് പേരുദോഷമുണ്ടാകുമെന്ന് കണ്ടാൽ ആ നേരം ദ്വാരക്കണം, പടച്ചവനെ ഞാൻ കാരണം നിന്റെ ദീനിന് പേരുദോഷം വരരുത്, ഫഖബലിനാ ഇലൈക ഗൈറ മഫ്തൂൻ. ഫിത്നയിലാക്കാതെ നീ എന്നെ തിരിച്ചു വിളിക്ക് തമ്പുരാനെ. ആലോചിച്ച് നോക്കിയേ, ഇമാം നവവി തങ്ങൾ പറയാൻ, ഒരാള് കാരണം ദീൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ അങ്ങനെ ഭയന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മരിക്കാൻ ദ്വാരന്നോ കറാഹത്തില്ല. അങ്ങനെയാണെങ്കിൽ കല്യാണം എന്ന പേരിൽ ഇസ്ലാമിലില്ലാത്ത ജൂദായിസം കടപ്പിക്കൊണ്ടുവന്ന, ജൂദായിസത്തിൽ നിന്ന് കടമെടുത്ത വിവാഹ മംഗല്യ മാമാങ്കങ്ങളുടെ പേരിൽ എത്ര വലിയ പിതാക്കന്മാര് ദ്വാരക്കണം, എത്ര ദുആ ചെയ്യണം പിതാക്കന്മാര്. ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് മഞ്ഞ കല്യാണം നടത്തുന്ന സംസ്കാരം എവിടെ നിന്ന് കിട്ടി ഈ സമുദായത്തിന്? മഞ്ഞ കല്യാണം ഞാൻ പല വേദികളിലും പറഞ്ഞു. ഈ മഞ്ഞ കല്യാണം എവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ടാ പറയുന്നത്. മഞ്ഞ കല്യാണം ആര് നടത്തിയാലും, ഖാലി നടത്തിയാലും, അതല്ല ഹാജി നടത്തിയാലും, ആലിമ നടത്തിയാലും, ദീനി പ്രബോധകം നടത്തിയാലും, ദീനി നേതാക്കന്മാരെ നടത്തിയാലും, അതൊക്കെ ഈ ശുദ്ധ അസംബന്ധം തന്നെയാണ്. ഇസ്ലാമിൽ ഒരിക്കലും ഇല്ലാത്ത കാര്യമാ മഞ്ഞ കല്യാണം. മഞ്ഞ കല്യാണം എന്ന് പറഞ്ഞാൽ പല വേദികളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മഞ്ഞ കാർഡ് കൊടുക്കുന്നത് പ്രാന്തം മറക്കാൻ. കോഴിക്കോട് കുതിരവട്ടത്തും കൊടുക്കും, തിരുവനന്തപുരം തൂളമ്പാറയിലും കൊടുക്കും ഈ മഞ്ഞ കാർഡ്. ഈ മഞ്ഞ കാർഡ് കിട്ടുന്നവനെ അടിച്ചാലോ തല്ലിയാലോ തൊഴിച്ചാലോ ബോംബ് വെച്ചാലോ ഒരു പ്രശ്നമില്ല. കേരളത്തിൽ ഇപ്പൊ ഈ രോഗികൾ കൂടുതലാ, മാനസിക രോഗികളെ കേരളത്തിൽ കൂടുതലാ. പക്ഷെ അത് ചില സംവരണം നൽകപ്പെട്ടു എന്നുള്ളതാ മറ്റൊരു വിഷയം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഞ്ഞ കാർഡുള്ളവന് എന്തും ചെയ്യാം.
ഒരു പ്രശ്നവും ഇല്ല. കാരണം അവനെ ഒരു കേസും രജിസ്റ്റർ ചെയ്യില്ല. മാനസിക രോഗിയാ. അതെ, മഞ്ഞ കല്യാണം നടത്തുന്ന സകല പെണ്ണിന്റെ വാപ്പമാരും മഞ്ഞ കല്യാണം നടത്തുന്നവരൊക്കെ മാനസിക രോഗികളാ. കാരണം അത് ഇസ്ലാമിൽ ഇല്ലാത്തതാ. എന്നിട്ട് ഉസ്താനെ കൊണ്ടൊന്ന് അൽഫാത്തിയെ വിളിച്ചാൽ ഇസ്ലാമിന്റെ പരിവേഷം നടത്തിയാൽ അത് അനുവദനീയമാവൂല. അങ്ങനെയാണെങ്കിൽ പിന്നെ കള്ളു കുടിക്കുമ്പോൾ തലപ്പാവൻ കെട്ടിയിട്ട് കള്ളു കുടിച്ചിട്ട് ബിസിമീൻ ചൊല്ലി കള്ളു കുടിച്ചിട്ട് അവസാനം അൽഹംദുലില്ലാ റാഹത്തായ എന്നങ്ങ് പറഞ്ഞാൽ പോരെ? അത് ഇസ്ലാമികവൽക്കരണമാവൂലേ? ഇസ്ലാമിന്റെ പരിവേഷമാവൂലേ? തോന്നിയാസങ്ങൾ കാണിച്ചിട്ട് ഇസ്ലാമിന്റെ പേര് വെച്ച് കെട്ടേണ്ട കാര്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരീക്ഷണങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അള്ളാഹുവിനോട് മരണത്തെ കൊതിക്കാൻ പാടുള്ള ഒറ്റ സന്ദർഭത്തിലേ ഉള്ളൂ. അത് നമ്മൾ കാരണം ദീൻ എന്തെങ്കിലും പേരുദോഷം വരുമെന്ന് കണ്ടാലാ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ അടിവരയിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. പോക്സോ കേസിൽ മദ്രസാധ്യാപകന്മാർ പിടിക്കപ്പെടുന്ന കാലമാണ്. നമ്മളൊക്കെ വായിക്കുകയാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം അടിവരയിട്ട് പറയാം, തെളിവുകൾ നിരത്തിയിട്ടാൻ. ആദരണീയനായ സയ്യിദ് ഖലീൽ തങ്ങൾ, ഖലീലുൽ ബുഖാരി തങ്ങൾ കടലുണ്ടി, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന നവകേരള യാത്രയിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, പോക്സോ കേസിൽ അകപ്പെട്ടിട്ടുള്ള ആളുകളിൽ 4000-ഓളം പേർ നിരപരാധികളാണ് എന്ന്. മനസ്സിലാക്കണം. 20% വരുന്ന ആളുകളാണ് ഈ കേസിൽ യാഥാർത്ഥ്യമുള്ളത്. 20% വരുന്ന ആളുകൾ ചെയ്തിട്ടുണ്ട് എന്നതിന് ഒരിക്കലും നമ്മൾ തടസ്സം പറയുന്നില്ല, ആ തെറ്റിന് കൊടപിടിക്കുന്നില്ല. 30% വരുന്നത് അടിച്ചതും വഴക്ക് പറഞ്ഞതും ഇരിക്കടാന്ന് പറഞ്ഞതും എന്തിനാ ക്ലാസ്സിൽ നീ വന്നതെന്ന് ചോദിച്ചിട്ട് ഇറക്കി വിട്ടതിന്റെ പേരിൽ പോക്സോ കേസിൽ അകപ്പെടുത്തതാ. അല്ലേ? പോക്സോ എന്ന് പറഞ്ഞാൽ പീഡനം മാത്രമല്ല, അടിച്ചാലും പോക്സോയാണ്. ബാക്കി 50% സംഘടനാ വിരോധങ്ങളും അതുപോലെ തന്നെ വ്യക്തിവിരോധങ്ങളും ഒരു മഹല്ലത്തിലെ ഇമാമിനോടും മുക്രിയോടും അല്ലെങ്കിൽ മുഅല്ലിമിനോടും സ്വദറിനോടുള്ള ദേഷ്യത്തിന്റെ പേരിൽ പറയുന്നതാണ് 50% വരുന്നത്. പക്ഷെ ദീനിൽ നമ്മൾ കാരണം അള്ളാഹുവിന്റെ ദീനിന് ഒരു പേര് ദോഷം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ഉണ്ടാകുമെന്ന ഘട്ടം വന്നാൽ അള്ളാഹുവേ ഫഖബ്ലിനാ ഇലൈക ഗൈറ മഫ്തൂൻ, പടച്ചവനെ നീ ഫിത്നയിലാക്കാതെ എന്നെ തിരിച്ചെടുക്കണേ അല്ലാ. ഇതാണ് ദുആ ചെയ്യേണ്ടതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ജഹദുൽ ബലാ ദറകു ശഖാ രണ്ട് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് കുറഞ്ഞ വാക്കിൽ. പരീക്ഷണങ്ങൾ, കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹിനോട് കാവൽ തേടിക്കോ. കാരണം എന്താ? ആ പരീക്ഷണങ്ങൾ വന്നാൽ ചിലപ്പോൾ മരണത്തെ പോലും നമ്മൾ കൊതിച്ചു പോകും. അതൊരിക്കലും പാടില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി മൂന്നാമത്തെ 4-മത്തെ 2 കാര്യങ്ങൾ പറയണം. 1 മണിക്കൂറായി. നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം ഇൻഷാ അല്ലാഹ്. ഇതിനിടയിൽ ഒരു ചെറിയ കാര്യമുള്ളത് ചിലപ്പോൾ നമുക്ക് അവസാനം എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ബക്കറ്റ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. വളരെ മനോഹരമായ പരിപാടിയാണ്. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കുറഞ്ഞ സമയമേ ഞാൻ അവരുമായിട്ട് ഒരു സംസാരിച്ച് ഒരു സമ്പർക്കം ഉണ്ടായിട്ടുള്ളൂ. ഒരു 6 മണിക്ക് ശേഷം ഒരു 7 മണി വരെ 7:30 മണി വരെ 2 പേരും, അതിനുശേഷം നമ്മുടെ ഈ സംഘാടകരുമായിട്ട് സ്നേഹിക്കാൻ അറിയുന്നവരാണ്. അൽഹംദുലില്ലാ. വളരെ വലിയ, അവർക്ക് ഇവിടെ ഗാനമേള നടത്തിയെന്ന് വെച്ചിട്ട് ആരും അവരെ പിടിച്ച് മഹല്ലിൽ നിന്ന് പുറത്താക്കുകയൊന്നുമില്ല. പക്ഷെ അവർ ചെയ്യുന്ന വലിയ സേവനമാണ്, വളരെ വലിയ സേവനമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ ചെലവുകൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു സംഭാവന ഈ ബക്കറ്റിൽ നിങ്ങൾ നിക്ഷേപിക്കണം. അള്ളാഹു ജാരിയായ സ്വതക്കിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരാളും ഇതിൽ നിന്ന് മാറി നിൽക്കരുത്. ഇന്നും നാളെയും കൂടെ പരിപാടിയുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഒരാൾ പോലും ഒഴിയാതെ നല്ലൊരു മുറാദ് മനസ്സിൽ നിയത്താക്കിയിട്ട് അതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി സഹായിക്കും. എന്നിട്ട് ശ്രദ്ധ മുഴുവൻ ഇങ്ങോട്ട് ഇൻഷാ അല്ലാഹ് എല്ലാ ഭാഗത്തും പോയി നിൽക്കുന്നവർക്കും ഇരിക്കുന്നവർക്കും ഒക്കെ സ്ത്രീകളുടെ ഭാഗത്ത് അതൊക്കെ കൊടുത്തു വിട്ടോളി. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഇനി 3-മത്തേത്, കടുത്ത പരീക്ഷണങ്ങൾ വന്നാൽ നമ്മൾ മരണത്തെ കൊതിച്ചു പോകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെയുള്ള പരീക്ഷണങ്ങളെ തൊട്ട് റബ്ബ് തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടി പറയാം. നമ്മുടെ സമുദായത്തിൽ ഒരു വലിയൊരു വിഷയമുണ്ട്. എന്താണെന്നറിയോ? സ്ത്രീകളുടെ ഭാഗത്താണ് കൂടുതലുള്ളത്. ഈ പരീക്ഷണങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോ നല്ല വലിയ വലിയ ഉസ്താദുമാരുണ്ട്. ആ ഉസ്താദുമാരുടെ അടുക്കൽ പോയിട്ട് ദുആ ചെയ്യാൻ പറയുന്നതിൽ ഒരു വിരോധവുമില്ല. അത് അങ്ങനെ വിരോധം പറയുന്നത് പല അസൂയയുടെ പേരിലാണ്. മഹാന്മാരായ സാദാത്യങ്ങളുടെയും വലിയ വലിയ പണ്ഡിതന്മാരുടെയും മുമ്പിൽ ചെന്നിട്ട് നമ്മുടെ സങ്കടങ്ങൾ ഒന്ന് മാറാൻ വേണ്ടി ദുആരക്കണമെന്ന് പറയുന്നതും ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട് മന്ത്രിക്കുന്നതും ഒരിക്കലും തെറ്റല്ല. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. അത് നബിയുടെ ചര്യയിൽപ്പെട്ടതാണ്. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയോളം മന്ത്രത്തിന് പറ്റിയ വേറെ ഒന്നുമില്ലെന്നാണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത്. അതൊക്കെ നിലനിൽക്കുമ്പോഴും
അമ്പലങ്ങളിൽ പോയിട്ട് കരിങ്കോഴി കൊടുക്കുന്ന സമ്പ്രദായം മുസ്ലിം പെണ്ണുങ്ങളിൽ ഇന്ന് കൂടുതലാണ്. പറയാതിരിക്കാൻ നിവർത്തിയില്ല. ചിലപ്പോൾ ചാപ്പാട് തരൂലായിരിക്കും, നമുക്ക് ചിലപ്പോൾ ഇന്ന് ചോദിച്ചാൽ ഒന്നും തരൂലായിരിക്കും. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതോടൊപ്പം ഈ രീതിയിൽ സദക്ക കൊടുക്കുന്നതിൽ കാര്യമില്ലല്ലോ. ഇവിടെ ഉള്ളവർ അങ്ങനെ ആണെന്ന ധാരണയും എനിക്കില്ലല്ലോ. പക്ഷേ അമ്പലങ്ങളിൽ ചെന്നിട്ട് കരിങ്കട കൊടുക്കുകയും കരിങ്കോഴി കൊടുക്കുകയും സിഹർ ചെയ്യിപ്പിക്കുകയും മാരണം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന സമ്പ്രദായത്തിലേക്ക് പർദ്ദയിട്ട മുസ്ലിം പെൺകുട്ടികൾ എത്തപ്പെടുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഈമാൻ നഷ്ടപ്പെട്ടില്ലേ? കുഫറിലേക്ക് പോയില്ലേ? അമ്പലങ്ങൾ പരിപാവനമായി അവിടെ നിൽക്കട്ടെ, ചർച്ചകൾ പരിപാവനമായി, നിഖാരങ്ങൾ പരിപാവനമായി നിൽക്കട്ടെ. അതൊക്കെ അവരുടെ നമ്മുടെ സഹോദരങ്ങളുടെ ആരാധനാലയങ്ങളാ, അതിനൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. പക്ഷേ നമ്മുടെ പള്ളിയിൽ വന്നിട്ട് നൂലോതി കെട്ടിയിട്ട് കാര്യമൊന്നുമില്ല എന്ന് കാണുമ്പോ ഒരു കറുത്ത കോഴിയം വാങ്ങിയിട്ട് അവന്റെ കുടുംബം കുഴി തോണ്ടാൻ വേണ്ടിയിട്ട് അമ്പലങ്ങളിൽ ചെന്നിട്ട് വഴിപാടുകളും നേർച്ചകളും നടത്തുന്ന മുസ്ലിം സഹോദരിമാർ നിസ്കരിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഇബാദത്തുകൾ അല്ലാഹു വേണ്ട. കുഫ്ർ, ഇർത്തിദാദ്, മുർത്തദായി പോയിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കലിമ ചൊല്ലി അള്ളാഹുവിന്റെ വിശുദ്ധമായ കലിമത്ത് തൗഹീദ് ചൊല്ലിയിട്ട് നിങ്ങൾ തിരിച്ചു വരണം. ഇനി മേലിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകൂല എന്ന് ശപഥം ചെയ്യണം. ചെയ്തു പോയതിൽ ഖേദമുണ്ടാകണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമതായിട്ട് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന് ദുആ ചെയ്യാൻ പഠിപ്പിച്ചത് ഏതെന്നറിയോ? ഒന്ന് കടുത്ത പരീക്ഷണമാണ്, രണ്ട് കനത്ത ദുരിതമാണ്. രണ്ടും കൂടി ഏകദേശം പ്രിയപ്പെട്ടവരെ സമാനതകളുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരുമിച്ചാണ് വിശദീകരിച്ചത്. ഇനി മൂന്നാമത്തേത് ഏതെന്നറിയോ? അള്ളാന്റെ ഖുർആൻ, അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് വസൂഇൽ ഖലാ, അള്ളാഹുവിന്റെ വിനാശകരമായ വിധികളാണ് പടച്ചവന്റെ വിധിയാണ്. ആ വിധി ഖൈറും ഷർറും നമുക്ക് വരുന്നത് അള്ളാഹുവിൽ നിന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, സൂറത്തുൽ ബഖറ 102-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ഇന്ന് സിഹറിന്റെ പേരിൽ പല സംഘടനകളും പല തട്ടുകളിലായി പോയത് നമ്മൾ കണ്ടവരാണല്ലോ. 102-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് സിഹറിനെ പറ്റി തന്നെയാ. ആരാ സിഹർ പഠിപ്പിക്കുന്നതെന്നറിയോ? ബിബാബില ഹാറൂത വമാറൂ, ബാബിലോണിലെ ഹാറൂത്തും മാറൂത്തും എന്ന് പറഞ്ഞ് മലക്കുകളായിരുന്നവര് രൂപാന്തരപ്പെട്ട് മനുഷ്യകോലങ്ങളിൽ അകപ്പെട്ടു പോയവര് ഒരു പ്രത്യേക സാഹചര്യത്തിലെ ചരിത്രം വിശാലമാണ്, പറയാൻ നമുക്ക് സമയമില്ല. ആ ഹാറൂത്തും മാറൂത്തും സിഹർ പഠിപ്പിച്ചു കൊടുക്കുകയാ. ആ സിഹർ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ഇങ്ങനെ പരാമർശിച്ചിട്ട് വന്നിട്ട് അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? ഈ സിഹറിന്റെ വ്യാപ്തി എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്നു പോകാൻ സിഹറിന് കഴിവുണ്ടേ. ഇതെന്റെ വാക്കല്ല, അള്ളാന്റെ വിശുദ്ധ ഖുർആനിന്റെ വാക്കാ. ഒരു ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ അകറ്റാ. ഏത് അകറ്റലാണ്? നമ്മൾ നിസ്സാരമായി കാണുന്നത് വലിയ കാര്യമാണോ? ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അകലുന്നത് വലിയ കാര്യമല്ലല്ലോ എന്ന നിസാരമായിട്ടുള്ള വാക്ക് നമ്മൾ പറയുമ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൂടുന്നത് ഏത് ബന്ധത്തിലാണെന്നറിയോ? മീസാകന ഖലീലാ, അല്ല പറഞ്ഞത് ബലിഷ്ഠമായ കരാറെന്നാ. ഇങ്ങനെ ബലിഷ്ഠമായ കരാറെന്ന് പറഞ്ഞത് പള്ളിയിൽ ഇമാമിനെ എടുക്കുന്നതിനെ പറ്റിയല്ല, ഒരു മഹല്ലത്തിന്റെ പരിപാലന സമിതി സത്യപ്രതിജ്ഞ കയറുന്നതിനെ പറ്റിയല്ല, നിയമസഭാ മന്ദിരത്തില് ജനാധിപത്യത്തിന്റെ ശ്രീകോവില് ഒരു പാർട്ടി അധികാരത്തിൽ വരുന്നതിനെ പറ്റിയല്ല, അല്ലെങ്കിൽ പാർലമെന്റിൽ ഒരു പാർട്ടി അധികാരത്തിൽ വരുന്നതിനെ പറ്റിയല്ല. അള്ളാഹു പറയുന്നത് മീസാകൻ ഖലീലാ, ബലിഷ്ഠമായൊരു കരാറെന്ന് പറയുന്നത് ഉമ്മയും മകനും തമ്മിലുള്ള കരാറല്ല, വാപ്പയും മോനും തമ്മിലുള്ള കരാറല്ല. പിന്നെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ഒരേ ഒരു കരാറേതാ? മീസാകൻ ഖലീലാ എന്ന് പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒലയാത്ത അലയാത്ത ഒരിക്കലും മുടയാത്ത ഒരു കരാറാണ്. ആ കരാറിനെ പൊളിച്ചു കളയാൻ കഴിവുള്ളതാണ് സിഹർ. ആലോചിച്ചു നോക്കിയേ, ആ ബലിഷ്ഠമെന്ന് ഖുർആൻ പറഞ്ഞതിനെ പൊട്ടിക്കാൻ കഴിവുള്ളതിനാണ് സിഹർ എന്ന് പറയുന്നതെങ്കിൽ ആ സിഹറിനെ പറ്റി 102-ാമത്തെ ആയത്ത് വിശദീകരിച്ചിട്ട് അള്ളാഹു അവസാനം പറയുന്നു, സിഹർ കാരണം ഭാര്യയും ഭർത്താവും രണ്ട് കോണിലാവും. ഇത് പറഞ്ഞിട്ട് അള്ളാഹു തആല പറയുകയാണ്, വമാഹും ബിളാദിരീന
ബിളാദ്ദീന ബി മിൻ അഹദിന ഇല്ലാ ബിഇദ്നില്ലാ. എത്ര വലിയ സിഹർ ബാധിച്ചാലും, എത്ര വലിയ ഐന് ബാധിച്ചാലും, ഏതമ്പലങ്ങളിൽ പോയി കരിങ്കട കൊടുത്താലും, ഏതമ്പലത്തിൽ പോയി കരിങ്കോഴി കൊടുത്തിട്ട് രണ്ടുപേരെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിച്ചാൽ, മുസ്ലിം ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വമാഹും ബിളാദ്ദീന ബിഹി മിൻ അഹദിന ഇല്ലാ ബിഇദ്നില്ലാ. അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ, അവന്റെ അറിവില്ലാതെ, അവന്റെ അനുമതിയില്ലാതെ, അവൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങൂല. കല്ലിടുക്കിലെ പുൽക്കൊടിക്ക് പോലും കൊടുനീര് കൊടുക്കുന്നത് അല്ലാഹുവാ. വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിലുള്ള ചലന നിശ്ചലനങ്ങൾ അറിയുന്നതും അല്ലാഹുവാ. ഒളിക്കണ്ണ് കൊണ്ടുള്ള നോട്ടം കാണുന്നതും അല്ലാഹുവാ. ഇതെല്ലാം അറിയുന്ന പടച്ചതമ്പുരാ, ഇന്നലെയും ഇന്നും നാളെയും ഇല്ലാത്ത അല്ലാ, എല്ലാം തുറന്ന പുസ്തകമായ അല്ലാ, ആ പടച്ചതമ്പുരാന്റെ അറിവില്ലാതെ ഒന്നും സംഭവിക്കുകയില്ല. ഇത് വിശുദ്ധമായ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുമ്പോ ഒരു കാര്യം പറഞ്ഞോട്ടെ സഹോദരങ്ങളെ, ഒരു വാഹനത്തിന്റെ പിന്നില് റസൂലുള്ള ഇരിക്കുന്ന ഒട്ടകമോ കുതിരയോ, എന്റെ ഓർമ്മ ശരിയല്ല, ഏതോ ഒരു വാഹനത്തിന്റെ പിന്നില് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിരുത്തുകയാ. അന്ന് ഇബ്നു അബ്ബാസ് തങ്ങളെ തീരെ ചെറുതാ. അള്ളാന്റെ ഹബീബിന്റെ വാഹനപ്പുറത്ത് നബി തങ്ങളുടെ പിന്നില് അള്ളാന്റെ റസൂല് ലിഫ്റ്റ് കൊടുത്തു കൊണ്ടുപോവുകയാ. ആ സമയത്ത് ഇബ്നു അബ്ബാസ് എന്ന ബാലനോട് റസൂലുള്ളാഹി സംസാരിച്ചത് എന്തെന്നറിയോ? യാ ഗുലാം, എന്റെ പൊന്നുമോനെ. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിലായി ഇത് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഇബ്നു അബ്ബാസ് തങ്ങളോട് പറയുകയാണ്, യാ ഗുലാം, എന്റെ പൊന്നുമോനെ, വഅലം, നീ അറിയണം, അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യൻഫഊനക അലാ അൻ യൻഫഊക ബിശൈഇൻ ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹ്. ലോകത്തുള്ള ജനങ്ങളെല്ലാം നിനക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ചെയ്യാൻ തീരുമാനിച്ചെന്നിരിക്കട്ടെ, ലോകത്തുള്ള മുഴുവൻ ആളുകളും നിനക്ക് എന്തോ സമ്മാനം തരാൻ വേണ്ടി തീരുമാനിച്ചെന്നിരിക്കട്ടെ, നിനക്ക് വലിയ ആദരവ് തരാൻ വേണ്ടി തീരുമാനിച്ചെന്നിരിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹ്. ഉമ്മാന്റെ ഗർഭാശയത്തിൽ വെച്ച് എഴുതിയതല്ലാതെ ഒന്നും നിനക്ക് കിട്ടൂലേ പൊന്നുമോനെ. ഒരു രൂപ നിനക്ക് ലാഭം കിട്ടണോ, അത് അല്ലാഹു നിനക്ക് നിന്റെ ഉമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോ 4-ാം മാസം എത്തുമ്പോ 3:40 പിന്നിട്ടപ്പോ രേതസ്കണമായി, ബീജക്കട്ടയായി, രക്തക്കട്ടയായി, മാംസക്കട്ടയായി 3:40 പിന്നിട്ട് ഗർഭാശയം എന്ന ഇരുളടങ്ങിയ ആ ഒരു ചെറിയ അറയ്ക്കുള്ളിൽ നീ കിടക്കുമ്പോ ഒരു മലക്ക് വന്നിട്ട് രേഖപ്പെടുത്തുകയാണ് നിനക്ക് എന്തൊക്കെ ലാഭം കിട്ടുമെന്ന്. അതല്ലാത്തതൊന്നും നിനക്ക് കിട്ടൂല. ഈ 8 സെന്റിന് അഡ്വാൻസ് 2 ലക്ഷം രൂപ കൊടുത്ത സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ ചുണക്കുട്ടികളായ ആത്മാർത്ഥതയുള്ള എന്റെ പ്രിയപ്പെട്ട സംഘാടകരായ ചെറുപ്പക്കാരാ, നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാക്കന്മാരുടെ ഉദരത്തിൽ വെച്ച് അള്ളാഹു രേഖപ്പെടുത്തിയത് എന്താണോ അത് നടന്നിരിക്കും. അള്ളാഹു നിങ്ങൾക്ക് തരുന്നതെല്ലാം അതിന്റെ പേരിൽ തന്നെയാ. ഇവിടെ കൊടുത്ത 25,000-ഉം 15,000-ഉം 10,000-ഉം 5,000-ഉം ഈ ബക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് അള്ളാഹു എഴുതി തന്നത് തന്നെയാ, അല്ലാത്ത പുതിയതൊന്നും വരൂല. ശേഷം ഇബ്നു അബ്ബാസ് തങ്ങളോട് പറയുകയാണ്, ഇബ്നു അബ്ബാസിനോട് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, യാ ഗുലാമേ, പൊന്നുമോനെ, വലവിസ്തമഉ അലാ അൻ യളറൂക ബിശൈഇൻ, നിന്നെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ തീരുമാനമെടുത്തെന്നിരിക്കട്ടെ, ലം യളറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹ്. എന്നെ അല്ലാഹു എന്തെങ്കിലും രീതിയിൽ വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ച ലോകത്തുള്ള 10,000-കണക്കിന് ആളുകൾ സമാധാനത്തിന്റെ സമാശ്വാസത്തിന്റെ വാക്കുകളുമായി വന്നാലും എന്നെ രക്ഷപ്പെടുത്താ, എന്നെ സമാധാനിപ്പിക്കാ, എന്നെ അതിൽ നിന്ന് മുക്തനാക്കാൻ കഴിയില്ലേ. അതുപോലെ എനിക്ക് അല്ലാഹു എന്തെങ്കിലും ഒരു വിപത്ത് തരാൻ ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ ഒരു സൗഭാഗ്യം തരാൻ ഉദ്ദേശിച്ചാൽ ലോകത്തുള്ള ജനങ്ങൾക്കൊന്നും അതിൽ പങ്കില്ല. കാരണം സൂഉൽ ഖളാ പടച്ചവനിൽ നിന്ന് വരുന്നതാ. അതുകൊണ്ട് നിങ്ങൾ ആരുടെ മുന്നിലാ കൈകൾ നീട്ടേണ്ടത്, ആരോടാ നിങ്ങളുടെ സങ്കടങ്ങൾ പറയേണ്ടത്? അമ്പലങ്ങളിൽ പോകലല്ല പെങ്ങളെ, ഓൺലൈൻ ബിസിനസ്സുകളിലൂടെ നടന്ന് ഓൺലൈൻ ആരാധനാ ശൈലികളിലേക്ക് പോകലല്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? അള്ളാഹു
അള്ളാഹുവിലേക്ക് മടങ്ങണമെന്ന് ലോകത്തിന്റെ നായക അജയ്യനായ നേതാവേ ആമിനയുടെ പൊന്നുമോനെ അബ്ദുള്ളയുടെ തങ്കക്കുടമേ ഇന്നേവരെ തമാശയ്ക്ക് പോലും അവിടത്തെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീഴാത്ത അസത്യത്തിന്റെ ലാഞ്ചന അടർന്നു വീഴാത്ത ആമിനയുടെ തങ്കക്കുടമേ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു എന്തുകൊണ്ടെന്നറിയോ റുഫിഅത്തിൽ അഖ്ലാ വജഫത്തി സുഹുഫു എന്താണ് കാരണം പേന ഉയർത്തി ഏടുണങ്ങി ഇനി ആർക്ക് എഴുതി പിടിപ്പിക്കാനും പറ്റൂല ആ ഏട് മാച്ച് കളയാനും പറ്റൂല എഴുതി പിടിപ്പിക്കാൻ പറ്റാത്ത കാര്യം എന്താണ് റുഫിയത്തിൽ അഖ്ലാം പേന മാറ്റിയിരിക്കുകയാണ് പിന്നെന്താ മാച്ച് കളയാൻ പറ്റാത്തത് ജഫത്തി സുഹുഫു ഏട് ഉണങ്ങിപ്പോയിരിക്കുകയാണ് അതുകൊണ്ട് എന്തു വിധിയും എന്തായാലും അല്ലാഹ് അറിയാതെ ആകാശത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വരൂല ഈ ഭൂമിയിൽ ഒരു ഇല പോലും അനങ്ങൂല അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ അവൻ അറിയാതെ ഒന്നും വരില്ല ഞാൻ ചോദിക്കട്ടെ നിസ്കാരം കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇത്രയേ പറ്റുള്ളൂ പടച്ചോനെ ഞാൻ നിസ്കരിച്ചു എന്നെ കൊണ്ട് ഇത്രയേ പറ്റൂ നീ വേണമെങ്കിൽ സ്വീകരിച്ചോ എന്ന് പറഞ്ഞിട്ട് പൊടിയും തട്ടി ഇറങ്ങി പോകുന്നവരുടെ കാര്യം മാറ്റിവെച്ചാൽ അഹ്ലുസുന്നയുടെ പ്രവർത്തകർ നമസ്കാരം കഴിഞ്ഞ് അടങ്ങി ഒതുങ്ങി പള്ളിക്കകത്തിരുന്നിട്ട് പറയുന്നൊരു എന്താ പറയുന്നത് നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരത്തിൽ കൈകെട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രതിജ്ഞ ചെല്ലുന്നുണ്ട് സൂറത്തുൽ ഫാത്തിഹ ആദ്യത്തെ ഫർളാൻ ഖൗലിയായ ആദ്യത്തെ ഫർളാൻ തക്ബീറത്തുൽ ഇഹ്റാം ഫർളാൻ അത് കഴിഞ്ഞ ഖൗലിയായ ഫർള് ഫാത്തിഹയാണ് ആദ്യം ആ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞുള്ള ആദ്യ ഫർള് പറയുന്നതിന് മുമ്പ് നമ്മൾ പറയുന്നത് എന്താ വജ്ജഹതു വജ്ഹി ലില്ലദീ ഫത്തറ السماوات والارض ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എൻ്റെ ജീവിതവും മരണവും നിസ്കാരവും നോമ്പും സകല ഇബാദത്തുകളും എൻ്റെ അനക്കമടക്കങ്ങൾ എൻ്റെ ശ്വാസനിശ്വാസങ്ങൾ എൻ്റെ എല്ലാം നിനക്കാണ് തമ്പുരാനെ ഇത് പറഞ്ഞിട്ട് ഫാത്തിഹ ഓതി നിസ്കാരം തുടങ്ങി അവസാനിപ്പിച്ചിട്ട് പറയുന്നത് എന്താണെന്നറിയോ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തയ്ത വലാ മുഅ്തിയ ലിമാ മനഅ്ത ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد ഇതല്ലേ നമ്മൾ പറയുന്ന ഉപ്പാ നാളത്തെ സുബഹി മുതൽ പറയുമ്പോ നിങ്ങളുടെ ഹൃദയം പിടപെടക്കട്ടെ കണ്ണുകൾ കണ്ണുനീര് പൊഴിക്കട്ടെ എന്താണ് അതിന്റെ അർത്ഥമെന്നറിയോ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തയ്ത പടച്ചോനെ നീ തന്നാൽ തടയാൻ ആരുമില്ല വലാ മുഅ്തി ലിമാ മനഅത നീ തടഞ്ഞാൽ തരാൻ ആരുമില്ല അല്ലാഹ് വലാ റദ്ദു ലിമാ ഖലൈത നിന്റെ വിധിയെ തടസ്സം നിൽക്കാൻ ലോകത്ത് ആരുമില്ല തമ്പുരാനെ വലാ മുബദ്ദില ലിമാ ഹകംത നിന്റെ വിധിയെ മാറ്റിമറിക്കാൻ തബ്ദീൽ ചെയ്യാൻ ആരുമില്ല എന്തോ ഒരു പ്രതിജ്ഞയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് വെളിയിറങ്ങിയിട്ട് പറയാ നമ്മുടെ കാര്യങ്ങളൊന്നും അല്ലാഹ് അല്ല നോക്കുന്നേ അത് പിന്നെ എങ്ങനെ ശരിയാവുക എന്നിട്ട് കുറെ മായാവി കഥകൾ പറഞ്ഞു കൊടുക്കുക കറാമത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കറാമത്ത് കാണിച്ച മഹാന്മാരുണ്ട് എൻ്റെ ഒരു വലിയൊരു സയ്യിദുണ്ട് ഇപ്പോഴും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോ അള്ളാഹുവിനോട് പറയും എന്നാലൊന്ന് ദുആരക്കാൻ വേണ്ടിയിട്ട് മഹാന്മാരെ വിളിച്ചിട്ടെന്ന് പറയാറുണ്ട് ഉസ്താദ് ഒന്ന് ദ്വാരക്കണേ തങ്ങളും ദ്വാരക്കണേ ആ തങ്ങളുടെ ഉപ്പ പാലക്കാട് ജില്ലയിലും മണ്ണാർക്കാടുള്ള ആ മഹാനായ തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ സീരിക്കോയ തങ്ങൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പിതാവ് ആറ്റക്കോയ തങ്ങൾ ആ ആറ്റക്കോയ തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്നു അത്രേ ആട് മോഷണം പോയി ആകെ ജീവിതത്തിന്റെ സമ്പാദ്യമായിരുന്നു അതുകൊണ്ട് തങ്ങളിപ്പോ ദുആരക്കണം എന്ന് പറഞ്ഞു ഇനി ഇത് മായാവി കഥയായിട്ട് നാളെ വരുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല തങ്ങളിപ്പോ ദുആരക്കണം എന്ന് പറഞ്ഞു ആ സമയത്ത് ദുആയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പൊ എന്താ ഞാൻ ചെയ്യണത് എന്റെ ആട് പോയി എന്റെ ജീവിതത്തിന്റെ ആകെ സമ്പാദ്യമാണ് അപ്പൊ ഭാര്യയോട് പറഞ്ഞു ഇച്ചിരി കട്ടൻ ചായ കൊടുക്കാൻ പറഞ്ഞു ഇയാൾക്ക് അതിലെന്താ കടുകെണ്ണയല്ലേ വയറിളക്കുന്ന അല്ലേ അത് ആവണക്കെണ്ണ ആവണക്കെണ്ണ കുറച്ചൊഴിച്ചിട്ട് ഗ്ലാസ് കട്ടൻ കൊടുക്കാൻ പറഞ്ഞു ആട് മോഷണം പോയതിന് എനിക്കെന്തിനാണ് എണ്ണ ഇട്ടിട്ട് വെള്ളം തരിക നീ കുടിച്ചിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു പാവപ്പെട്ടവൻ ആ ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ട് പെട്ടെന്ന് ബസ് കയറിയിട്ട് പോകും കുറെ നേരം കഴിഞ്ഞപ്പോൾ വയറിന് ആകെ ഒരു അസ്വസ്ഥത അവൻ പറഞ്ഞു എനിക്ക് ഇവിടെ ഇറങ്ങണം
കണ്ടക്ടർ പറഞ്ഞു, നിങ്ങൾ ടിക്കറ്റ് എടുത്തത് ഇവിടത്തേക്കല്ലല്ലോ. എനിക്കതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇവിടെ ഇറങ്ങിയേ പറ്റൂ. അങ്ങനെ അദ്ദേഹത്തിന് വണ്ടി നിർത്തി കൊടുത്തു, ഇറങ്ങി. എവിടെ പോകാനാ? പള്ളിയില്ല. ഇവിടത്തേക്ക് പള്ളി എന്നാൽ ഗോദ്രേജിന്റെ പൂട്ടിട്ട ബാത്റൂം പൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആകെ വിഷമിച്ച് എന്ത് ചെയ്തു, ഒരു കുറ്റിക്കാട് കണ്ടു, ഇതുപോലത്തെ ആളൊഴിഞ്ഞൊരു ഭാഗം, അവിടേക്ക് അങ്ങോട്ട് കയറി. അദ്ദേഹത്തിന്റെ ആവശ്യം നിർവഹിക്കണമല്ലോ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ എന്തോ ഒരു അനക്കം പുറകിൽ നോക്കുമ്പോൾ തൻ്റെ ആട് അവിടെ നിൽക്കുക. തൻ്റെ ആട് അവിടെ നിൽക്കുക. അതിനെ പിടിച്ചോണ്ട് വീട്ടിൽ പോയി. എനിക്കറിയാം നാളെ ഇതിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഹക്കായിട്ട് പറയണമല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് മഹാന്മാരായ നമ്മുടെയൊക്കെ വലിയ വലിയ ആരിഫീങ്ങളൊരു വാക്ക് പറഞ്ഞാൽ മതി. ആ വാക്ക് ഭയങ്കര അസറ. ഒരുപാട് വേദികളിൽ ഒരുമിച്ചിരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. മഹാനായ മുഹയ്യിസുന്ന ആദരണീയനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, ആനക്കര കോയാക്കുട്ടി ഉസ്താദ്. അടുത്ത മാസം എനിക്ക് ആനക്കരയിൽ പ്രസംഗമുണ്ട്. ആനക്കര കോയാക്കുട്ടി ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റായിരുന്നു. അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അതുപോലെ വാവാട് ഉസ്താദ്, ചേലക്കാട് ഉസ്താദ്, അങ്ങനെയുള്ള കുറേ മഹാന്മാരുമായിട്ട് വേദി പങ്കിടാനും ദുആ വസിയത്ത് ചെയ്യാനും ഒക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അല്ലാതെ അവരോടൊപ്പം നിൽക്കാനോ ഇരിക്കാനോ എന്നുള്ള ക്വാളിറ്റി ഒന്നുമില്ല. നിങ്ങൾ പറയും ഉസ്താദ് നല്ല വിനയത്തിന്റെ പ്രസംഗം. അല്ല, നിങ്ങളെക്കാൾ എനിക്കാരാന്ന് എന്നെ അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. എന്നെക്കാൾ എന്നെ പറ്റി അള്ളാഹ്ക്കും അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹു എന്തെങ്കിലും വിധിച്ച ലോകത്ത് ആര് വിചാരിച്ചാലും തടയാൻ പറ്റൂല. അള്ള തരാൻ ഉദ്ദേശിച്ചാൽ തടയാൻ പറ്റാത്തതുപോലെ തന്നെ അള്ള തടഞ്ഞാൽ ആർക്കും കൊടുക്കാൻ പറ്റൂല. ഈ ഒരു വിശ്വാസം നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവാണ് എല്ലാ വിധിയും പുറപ്പെടുവിക്കുന്നത്. അവനാണ് സർവ്വവിധികളുമുള്ളത്. നന്മയും തിന്മയും ഒക്കെ അവനിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്തു വേണം? തഅവ്വദു ബില്ലാഹി മിൻ സൂഇൽ ഖളാ. അടച്ചോനെ, നീ എനിക്ക് മോശമായ വിധികളൊന്നും എൻ്റെ തലയിൽ വെച്ച് തരല്ലേ എന്ന് എപ്പോഴും അള്ളാഹുവോട് ദുആ ചെയ്യാൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം.